വെടിനിർത്തൽ കരാർ പിൻവലിച്ച് ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഭീഷണി മുഴക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശനിയാഴ്ച കൂടുതൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെതിരായ യുദ്ധം പുനരാരംഭിക്കാൻ സൈനികർക്ക് നെതന്യാഹു നിർദ്ദേശം നൽകുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഹമാസ് ബന്ദി കൈമാറ്റം വൈകിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഭീഷണി. ഗാസയിലേക്ക് സമ്മതിച്ച എണ്ണം, കൂടാരങ്ങളും മറ്റ് സഹായങ്ങളും അനുവദിക്കാത്തതുൾപ്പെടെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുകയാണെന്നാണ് ഹമാസിന്റെ ആരോപണം. ശേഷിക്കുന്ന ബന്ദികളെയെല്ലാം മോചിപ്പിക്കണമെന്നാണ് ശനിയാഴ്ച വിട്ടയക്കാമെന്ന് നേരത്തെ ധാരണയുണ്ടായിരുന്ന ബന്ദികളുടെ കാര്യമാണോ നെതന്യാഹു ഉന്നയിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇസ്രയേലുമായി വെടിനിർത്തൽ ധാരണ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഹമാസ് പ്രതികരിച്ചു. ജനുവരി 19 വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടം പ്രാബല്യത്തിൽ വന്നതു മുതൽ ബന്ദികളെ ഹമാസ് വിട്ടയച്ചു തുടങ്ങിയിരുന്നു. ഹമാസ് 21 ഇസ്രയേൽ ബന്ദികളെ വിട്ടയച്ചപ്പോൾ 730 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു. എന്നാൽ വെടിനിർത്തൽ ധാരണ ഇസ്രയേൽ ലംഘിക്കുന്നതായി കാട്ടി ബന്ദികളെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിട്ടയക്കില്ലെന്ന് തിങ്കളാഴ്ച ഹമാസ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഗാസ മുനമ്പിലും പരിസരത്തും സൈന്യത്തെ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഗാസയിൽ യുദ്ധം പുനരാരംഭിക്കാൻ പോകുന്നുവെന്ന വാർത്ത ആശങ്കയിലാഴ്ത്തുന്നത് ബന്ദികളുടെ കുടുംബങ്ങളെ കൂടിയാണ്. വെടിനിർത്തൽ കരാർ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഇരുപക്ഷവും യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോൾ ബന്ദിമോചനവും വൈകുകയാണ്. ഹമാസ് മോചിപ്പിച്ച ബന്ദികൾ പുറത്തു വരുമ്പോൾ അവർ തടവിൽ അനുഭവിച്ച ക്രൂര പീഡനങ്ങൾ കൂടിയാണ് വെളിപ്പെടുന്നത്. നീണ്ട 16 മാസങ്ങൾക്ക് ശേഷമാണ് തന്റെ 24 വയസ്സുള്ള മകൻ അലോൺ ഓഹൽ ജീവനോടുണ്ടെന്ന ആശ്വാസ വാർത്ത ഇദിത് ഓഹൽ അറിയുന്നത്. എന്നാൽ അലോണിന്റെ പീഡനാനുഭവം കേട്ടപ്പോൾ താൻ ബോധം കെട്ട് വീണുവെന്ന് ഇദിത് ഓഹൽ പറയുന്നു. ഭൂഗർഭ തുരങ്കത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അലോണിന്റെ ഭക്ഷണം എല്ലാ ദിവസവും ഒരു കഷ്ണം റൊട്ടിയാണ്. ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല. അവൻ 493 ദിവസം സൂര്യപ്രകാശം കണ്ടിരുന്നില്ലെന്നും ഇദിത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട ഓർലെവി, എലി ഷെറാബി എന്നിവർക്കൊപ്പമാണ് അലോണിനെയും എലിയ കോഹനെയും ഹമാസ് ബന്ദികളാക്കിയത്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ കോഹനെ വിട്ടയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഓഹലിനെ മോചിപ്പിക്കും. കോഹന്റെ ഭാരം 20 കിലോയിലേറെ കുറഞ്ഞുവെന്നും കാലിൽ വെടിയുണ്ട ഉണ്ടായിരുന്നെങ്കിലും വൈദ്യസഹായം ലഭിച്ചില്ലെന്നും തിരിച്ചെത്തിയ ബന്ദികൾ പറഞ്ഞു. ഗാസയിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധഭീതി ബന്ദികളുടെ കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. വെടിനിർത്തൽ കരാർ ഉപേക്ഷിക്കരുതെന്നും സാധ്യമെങ്കിൽ ബന്ദികളുടെ മോചനം വേഗത്തിലാക്കണമെന്നുമാണ് തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുന്നത്. ശനിയാഴ്ച മോചിതരായ 3 പേരുടെ ക്ഷീണിതാവസ്ഥ ശേഷിക്കുന്ന ബന്ദികളുടെ കുടുംബങ്ങളെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബന്ദികളുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇസ്രയേൽ ബന്ദികളാക്കിയ 2000 പലസ്തീൻകാരുടെ ബന്ധുക്കളും ആശങ്കയിലാണ്. മാത്രമല്ല, ശത്രുക്കൾ അവരോട് ഏത് തരത്തിൽ പെരുമാറുമെന്ന് അവർ ഭയപ്പെടുന്നുമുണ്ട്.